ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻ സി സെറം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ വേണ്ടിയിട്ട് വലിയ വില കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനമാണത്. അപ്പോൾ അത് അത്ര വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടത് നമുക്ക് ഓറഞ്ചാണ് കേട്ടോ. ഇതുപോലുള്ള ഓറഞ്ച് എടുത്തതിന് ശേഷം അതിൻ്റെ വൈറ്റ് പാർട്ട് ഒട്ടും തന്നെ വരാത്ത രീതിയിൽ ഇതുപോലൊന്ന് ചെരുകിയെടുക്കുക. വൈറ്റ് പാർട്ട് ഒട്ടും വരാൻ പാടില്ല കേട്ടോ. അതിൻ്റെ ആ തൊലിയിലുള്ള ആ ഓറഞ്ച് കളർ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെരുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെരുകിയെടുക്കുക കേട്ടോ. ഇതുപോലത്തെ സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീലർ ഉപയോഗിച്ചിട്ടും ഇത് നല്ല വൈറ്റ് പാർട്ട് ഇല്ലാണ്ട് ചെരുകിയെടുക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു സ്റ്റെപ്പ് എന്നൊരു ഇടങ്ങാറുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ വൈറ്റമിൻ സി സെറം എന്നുള്ളത്. വൈറ്റമിൻ സി സെറം നമ്മുടെ ഫേസിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനും ചെറുപ്പം നിലനിർത്താനെല്ലാം സഹായിക്കും. കണ്ടോ, വൈറ്റ് പാർട്ട് ഒട്ടും തന്നെ ഇല്ലാണ്ട് ഞാൻ ഇതിൻ്റെ തൊലി ഒരു ഓറഞ്ചിൻ്റെ തൊലി മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓവർ നൈറ്റ് ഒന്ന് വെക്കണം കേട്ടോ. ഓവർ നൈറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കൂർ നിങ്ങൾ വെക്കണം. അപ്പോൾ നമ്മുടെ ആ ഓറഞ്ചിൻ്റെ പീല് മാത്രം എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെൽ ആഡ് ചെയ്യുന്നുണ്ട്. അലോവേര ജെല്ലിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അരക്കപ്പോളം റോസ് വാട്ടർ, അതായത് നമ്മുടെ ഈ ഓറഞ്ച് പീല് കംപ്ലീറ്റ് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിനുള്ള അത്രയും റോസ് വാട്ടർ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അലോവേര ജെല്ലിൻ്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ അലോവേരയുടെ ചെടി ഉണ്ടാവും. അപ്പോൾ അതിലുള്ള അലോവേര ജെല്ല് നിങ്ങൾ യൂസ് ചെയ്യരുത്. പകരം പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യുക. കാരണം ഇത് നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യണം. നമ്മുടെ ചെടിയിലുള്ളത് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടാൽ ഇത് കേട് വന്നു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ അലോവേര ജെല്ലി ഇതിലേക്ക് നല്ലോണം ഡിസോൾവ് ആവണം. ആ ഒരു രീതിക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 12 മണിക്കൂർ ഇത് അടച്ച് വെച്ച് വെക്കണം. അതിന് ശേഷമാണ് നമ്മുടെ ഈ സെറം റെഡി ആവുള്ളൂ. അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, ഓറഞ്ചിൻ്റെ തൊലീൻ്റെ സത്ത് കംപ്ലീറ്റ് ഈ റോസ് വാട്ടറിലും അലോവേര ജെല്ലിലും കൂടി ഇറങ്ങി വരും. അത് തന്നെയാണ് നമ്മുടെ ഈ വൈറ്റമിൻ സി സെറം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഓവർനൈറ്റ് വെക്കുക. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ സെറം ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ 12 മണിക്കൂറിന് ശേഷം എടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണി നിങ്ങളരിയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോട്ടൻ്റെ തുണിയിൽ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാന്നാണെങ്കിൽ നല്ല അടുത്തടുത്തായിട്ട് ഉള്ള അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വലിയ ഹോളുള്ള അരിപ്പ അല്ലാത്ത കുഞ്ഞി അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. ഇപ്പോൾ ഈ സാധനമാണ് നമ്മുടെ വൈറ്റമിൻ സി സെറം എന്ന് പറയുന്നത്. വൈറ്റമിൻ സി സെറം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിൽ പൊളിത്തതോ അല്ലെ സെറം ബോട്ടിൽ പൊളിത്തതോ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി അതില്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ മരുന്ന് കൊടുക്കുന്ന ഫില്ലർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലായാലും ഇത് ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കുക. ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫ്രിഡ്ജുള്ളവർ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇല്ലാത്തവർക്ക് ഇത് പുറത്തും ഒരു 4-5 ദിവസം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് ദിവസവും രാത്രിയും രാവിലെയും നിങ്ങൾക്ക് മുഖത്തേക്കൊന്ന് അടിച്ചു കൊടുക്കുക. അടിപൊളി സാധനമാണ്. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ രാവിലെ എണീച്ചാലും ഇതുപോലെ തന്നെ മുഖത്ത്, അതായത് നമ്മൾ മുഖമെല്ലാം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മുഖത്ത് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഒരു 5 ദിവസം കൊണ്ടല്ല ഒരു ഞെട്ടിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഫേസിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നല്ല നിറം വരും. നമ്മളെ ഈ സൺ ടാൻ എല്ലാം മാറി നമ്മളെ പഴയ നിറത്തിലേക്ക് വരാനും സഹായിക്കും. അതുപോലെ തന്നെ ഉള്ള നിറത്തിനേക്കാളും നല്ല തിളക്കം കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇത് ബാക്കി വരുന്നത് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.